സ്വാഗതം. സായന ടാരോ കാർഡ് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് 2 യൂണിക്കൺ സന്ദേശങ്ങൾ എന്താണ് താങ്കളിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 2 ഊർജ്ജങ്ങൾ താങ്കൾ അറിയണം, താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവ എന്താണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. 2 കാർഡുകൾ, 2 സന്ദേശങ്ങൾ, 2 ഊർജ്ജങ്ങൾ താങ്കളിലേക്ക് വരുന്നു. എന്താണവ എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് പെഗാസസ് എന്ന് പറയുന്ന കാർഡാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിലേക്ക് ഒരു യൂണിക്കൺസ് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ചിറക് നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ് ആൻഡ് ജോയ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് വളരെയധികം സന്തോഷിക്കുക, ഹാപ്പി ആയിരിക്കുക എന്നാണ്. പൊതുവേ ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ് പെഗാസസ് എന്ന് പറയുന്നത്. കുറേ നാൾക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സന്തോഷത്തിനും സ്നേഹത്തിനും മനസ്സ് തുറക്കും എന്നാണ് പറയുന്നത്. കാരണം ആ ഡ്രീം താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് എന്താണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഓണസ്റ്റി എന്ന് പറയുന്ന കാർഡാണ്. ഓണസ്റ്റി വിൽ ബി അൾട്ടിമേറ്റ്ലി റിവാർഡഡ്. ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മുടെ സത്യസന്ധത പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ എന്ത് പ്രവർത്തന മേഖലകളിലാണ് അടുത്ത ദിവസങ്ങളിൽ ഇടപെട്ടിരിക്കുന്നതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം സത്യസന്ധതയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഴ്സ് താഴെ കണ്ടു, എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന നേരത്ത് ഒരുപക്ഷെ നമ്മളാണ് എടുത്തത് എന്ന രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. അതിനർത്ഥം പേഴ്സ് എടുത്ത് കൊടുക്കേണ്ടതെന്നുള്ളതല്ല. ഒന്ന് സൂക്ഷിക്കണം, 1-2 ദിവസം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സത്യസന്ധതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പറ്റി ആളുകൾ ചിലപ്പോൾ ഗോസിപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഉറച്ചു നിൽക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ കാർഡ് താങ്കളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കാർഡിൽ വരുന്നത് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ സന്തോഷത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു മെസ്സേജ് വരും, താങ്കളൊന്ന് പരീക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്തായാലും താങ്കൾക്ക് ആ പരീക്ഷണം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.